സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. സോ ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കട്ടിംഗ് പ്ലെയിൻ തന്നേക്കുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന്. ഇത് നമ്മുടെ അഞ്ചാമത്തെ കട്ടിംഗ് പ്ലെയിനിൽ നമ്മൾ 5 കട്ടിംഗ് പ്ലെയിൻ പറഞ്ഞാൽ അഞ്ചാമത്തെ കട്ടിംഗ് പ്ലെയിനാണിത്. അപ്പോൾ അഞ്ചാമത്തെ കട്ടിംഗ് പ്ലെയിനിൻ്റെ പറയേണ്ട പ്രത്യേകത ഇത് രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ. അപ്പം നമ്മൾ സാധാരണ പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ മേളിൽ കട്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണെങ്കിൽ താഴെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ താഴെ കട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബോത്ത് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് വി പി രണ്ടിനും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത മേളിലും സെക്ഷൻ പ്ലെയിൻ കാണണം, താഴെയും സെക്ഷൻ പ്ലെയിൻ കാണണം. എന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ഒരു വെർട്ടിക്കൽ ഫിറ്റ് നിങ്ങൾ എടുത്താൽ മതി. ഒരു റൂമിൻ്റെ ഒരു സൈഡിൽ വെർട്ടിക്കൽ ഫിറ്റ് എടുത്താൽ അതുപോലെയാണ് കട്ടിംഗ് പ്ലെയിൻ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഫിറ്റിൻ്റെ പ്രത്യേകത എന്താ, ഫ്ലോറിനും പെർപെൻഡിക്കുലർ ആണ്, നമ്മുടെ വെർട്ടിക്കൽ സൈഡിലെ ബോർഡ് ഇരിക്കുന്ന ബോർഡിനും പെർപെൻഡിക്കുലർ. അപ്പോൾ രണ്ടിനും പെർപെൻഡിക്കുലർ. അപ്പോൾ ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈനായിട്ട് കാണാം, ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാലും സെയിം പോയിൻ്റ് അല്ലെങ്കിൽ സെയിം ലൈനിൽ ഒരു ലൈനായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ മേളിലും താഴെയുമായിട്ട് വേണം കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാൻ. ഇനി ഇവിടെ തന്നേക്കുന്നത് 6 mm പാസ് ചെയ്യുന്ന പോയിൻറ്റ് 6 mm എവേ ഫ്രം ആക്സ് എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ്. ഫ്രണ്ട് വ്യൂവിൽ ടോപ്പ് വ്യൂവിലെ ആക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പിന്നെ ടോപ്പ് വ്യൂവിലെ ആക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 6 mm മാറി, അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ നിന്ന് 6 mm മാറി കട്ട് ചെയ്യുക. സോ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കണം സെക്ഷൻ പ്ലെയിൻ വരേണ്ടത്. ഇവിടെ കിട്ടിയോ, ഫ്രണ്ട് വ്യൂവിലും ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് കാണും, ടോപ്പ് വ്യൂവിലും ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് കാണും. ഇവിടെ നമുക്ക് 6 mm എവേ ഫ്രം എന്ന് പറഞ്ഞാൽ ആക്സിൻ്റെ ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇങ്ങോട്ട് 6 മാറി ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിലും വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം, സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാം, ഇവിടെ വേണമെങ്കിലും രണ്ട് പ്ലെയിനിലും ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ കേസിൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് വരയ്ക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ സൈഡ് വ്യൂ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ, ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള സൈഡ് വ്യൂവിൽ എനിക്ക് ആ ഷേപ്പ് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ അതിന് വേണ്ടിയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, 6 mm എക്സ് വൈ ലൈനിൽ നിന്ന് 6 mm മാർക്ക് ചെയ്യുക. 6 mm ഒരു പോയിന്റ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 6 mm മാർക്ക് ചെയ്തിരുന്നു. ഇനി അവിടെ വെർട്ടിക്കലായിട്ട് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക. ദാറ്റ് മീൻസ് 6 mm മാറ്റിയുള്ള സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുക. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ. സോ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും കൂടെ ചേർന്ന ഒരു കോമൺ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇഫ് ദ സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ. അത് എവിടെയാണോ വരയ്ക്കുന്നത്, ആക്സിൻ്റെ ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ എത്ര അറിയണോ അത്രയും മാറ്റി ഒറ്റ കോമൺ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, നമ്മൾ രണ്ട് എൻഡും ഡാർക്ക് ചെയ്തു. എവിടെ നമ്മൾ ആരോഹോട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഇങ്ങനെ ആരോഹോട്ട് കൊടുക്കും. റീസൺ നമ്മുടെ ഈ പോർഷനാണ് റിമൂവ് ചെയ്ത് കളയാൻ പോകുന്നത്. അപ്പോൾ ഇത് കളഞ്ഞു, അപ്പോൾ ഇനി ബാക്കി പോർഷനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, റിമൈനിങ് പോർഷൻസ് എന്ന് പറയുന്നത് ഡാർക്ക് ആക്കാം. അപ്പോൾ ഇതിനകത്ത് റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് ഏതാ, ഇതാണ് റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇത് റിമൈനിങ് പോർഷനാണ്, ഇത്രയും റിമൈനിങ് പോർഷനാണ്. സോ ഇത്രയും റിമൈനിങ് പോർഷൻ എന്താക്കുക, ഡാർക്ക് ആക്കുക. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ നല്ല ഡാർക്ക്. അതായത് ഈ സ്കെയിൽ വെച്ച് ഞാൻ മറിച്ചേക്കുന്ന ഇത്രയും പോർഷൻ ഇപ്പോൾ ഉള്ളൂ. ബാക്കി ഈ പോർഷൻ എന്ത്, ഈ സ്കെയിൽ വെച്ച് മറിച്ചേക്കുന്ന പോർഷൻ ഇത് ഇല്ല എന്നർത്ഥം, കട്ട് ചെയ്ത് പോയി, ഈ പോർഷൻ പോയി എന്നർത്ഥം. ഇനി ഇതിന് നെയിം ചെയ്യണം. അപ്പോൾ നെയിം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് നെയിം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പം ഇവിടെ വേണമെങ്കിലും നെയിം ചെയ്യാം, ഇവിടെ വേണമെങ്കിലും നെയിം ചെയ്യാം. എവിടെയാണോ നെയിം ചെയ്യുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാന്നുള്ളൂ. ഞാനിപ്പോൾ ടോപ്പ് വ്യൂവിൽ അങ്ങ് നെയിം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ നെയിം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെയിം ചെയ്യാം, പക്ഷേ ഓർഡറിൽ ചെയ്യണമെന്ന്. ഇപ്പോൾ ടോപ്പ് വ്യൂലാകുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തേക്കുന്ന എഡ്ജസ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ചിലപ്പോൾ ഇവിടെ 2 പോയിന്റ് വരാം. അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ടോപ്പ് വ്യൂവിൽ അങ്ങ് നെയിം ചെയ്യാം. ഞാൻ എന്ത് ഈ ബോട്ടത്തിൽ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നെയിം ചെയ്തു, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നെയിം ചെയ്യും. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ABCD പറ്റില്ല, കാരണം എന്താ ഇങ്ങനെയല്ല കട്ട് ചെയ്ത് വരുന്നത്, വെർട്ടിക്കലാണ്. അപ്പോൾ ഏതെങ്കിലും എഡ്ജസേ കട്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നെയിം കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വേണം. ഇത് 0.1, ദാറ്റ് മീൻസ് Hനും ഇടയ്ക്കും ബേസിൽ കട്ട് ചെയ്ത 0.1. അടുത്തത് ഈ ജനറേറ്ററെ കട്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഏതാ HN എന്ന് പറയുന്ന ജനറേറ്ററെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് 0.2. AN എന്ന് പറഞ്ഞ ജനറേറ്ററെ കട്ട് ചെയ്തിട്ടുണ്ട് 0.3. BN എന്ന് പറയുന്ന ജനറേറ്ററെ കട്ട് ചെയ്തിട്ടുണ്ട് 0.4. പിന്നെ ബിക്ക് സിക്ക് ഇടയ്ക്ക് ബേസിൽ കട്ട് ചെയ്തിട്ടുണ്ട് 0.5. അങ്ങനെ 5 പോയിൻറ്റ്സുകൾ ഉണ്ടെന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഏറെ A അല്ലേ ആദ്യം, അപ്പോൾ ഇതിന് 1 കൊടുത്തുകൂടിയത്. ഇതിന് 1 കൊടുത്താൽ ഇതിന് 2, B കഴിഞ്ഞാൽ പിന്നെ CD ഒന്നും കട്ട് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ക്രമത്തിന് ഇവിടുന്ന് കയറി ഇറങ്ങി ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ പേര് നെയിം കൊടുത്തത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കൊടുക്കാമെന്നേ ഉള്ളൂ. നോക്കി HG എന്ന് പറഞ്ഞാൽ ബേസാണ്, BC എന്ന് പറഞ്ഞാലും ബേസാണ്. ബേസിൽ കൊടുത്തേക്കുന്ന പോയിൻറ്റ്സ് 1 ഉണ്ട് 5 ഉണ്ട്. അതിൽ 1 ഫ്രണ്ടിലും 5 പുറകിലും. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും നോക്കി, HG, Hനും Gക്കും ഇടയ്ക്ക് 1.
സോ ഇത് 1' ആയിരിക്കും. പിന്നെ ഇവിടെ ബി സി തന്നെ ബേസ് തന്നെ ഇവിടെ വരുന്നത്. സോ ബിക്കും സിക്കും ഇടയ്ക്കുള്ളത് 5' ആയിരിക്കും. സോ 5' ബ്രാക്കറ്റും കൊടുത്ത്, കാരണം എന്താ ഇവിടെ 2 ലൈൻസ് വരും. ഇത് ബേസിനെ കട്ട് ചെയ്ത 2 ലൈൻ, എച്ച് ജിയെയും കട്ട് ചെയ്തിട്ടുണ്ട്, ബി സിയെയും കട്ട് ചെയ്തിട്ടുണ്ട്, 2 ലൈൻസ്. അടുത്ത ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എൻ ബി എയും എൻ എച്ചിനെയും. അപ്പോൾ 2 പോയിൻറ്റ്സ് വേണം. നിങ്ങൾ നോക്കി, എൻ ബി എ കട്ട് ചെയ്ത് തന്നെ 4 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എൻ ബി പുറയിലുള്ള പോയിൻറ്റ്സ് ആണ്. സോ ഇവിടെ ഇത് 4' ആയിരിക്കും. പിന്നെ ഫ്രണ്ടിലുള്ളത് ഏതാ? എൻ എച്ചിനെ കട്ട് ചെയ്ത പോയിൻറ്റ് 2 ആണ്. സോ ഇത് 2'. സോ 2'ഉം 4'ഉം ആണ് അവിടെ. ദെൻ മേളിൽ ഇവിടെ എത്ര? ഒരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഒറ്റ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അതിന് എൻ എ എന്ന് പറയുന്ന പോയിൻറ്റ്, സോ എൻ എ എന്ന് പറയുന്ന പോയിൻറ്റ് കട്ട് ചെയ്തേക്കുന്നത് 3 ആണ്. സോ 3'. എല്ലാ പോയിൻറ്റ്സിനും പേര് കൊടുത്തു. സോ ഇതിനകത്ത് ഇനി ഇവിടെ ഹാച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം എന്താ? നേരെ ഇങ്ങനെ സോൾഡിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ ഈ സൈഡ് പോയതായിട്ട് നമുക്ക് അറിയത്തുള്ളൂ. വേറെ ഒന്നും കാണാനൊന്നും പറ്റില്ല. ക്ലിയർ ആണോ പറഞ്ഞേ? നേരെ ഇങ്ങനെ ഇരിക്കുന്ന സോൾഡ്, ഇങ്ങനെ നേരെ വെർട്ടിക്കലി ഇരിക്കുന്ന, ഇപ്പോൾ ഇതെൻ്റെ കൈ സോൾഡാണെങ്കിൽ നമ്മളിവിടെ മേളിയും താഴോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഈ സൈഡ് പോയി. ഇവിടുന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ? ഈ സൈഡ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ബോട്ടം പോർഷനിൽ എന്ത് ചെയ്യണം? അതേപോലെ ഡാർക്ക് ചെയ്യണം. ഈ സൈഡ് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെയും ആ സൈഡ് ഇല്ല, റിമൈനിങ് പോർഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? റിമൈനിങ് പോർഷൻ ഡാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് ഒന്ന് ഡാർക്ക് ചെയ്ത് കാണിക്കാൻ. നിങ്ങൾ നല്ല രീതിയിൽ കോമ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡാർക്കായിട്ട് തന്നെ അത് വരച്ച് എടുക്കുക. ഒരിക്കലും ജനറേറ്റർ കയറി ഡാർക്ക് ചെയ്യരുത്. റിമൈനിങ് പോർഷൻസ് മാത്രമേ ഡാർക്ക് ചെയ്ത് കാണിക്കാവൂ. അപ്പോൾ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇല്ല, കട്ട് ചെയ്ത് പോയി. മേളിൽ നിന്ന് കട്ട് ചെയ്ത് ഇതാണ്. ഇനി സൈഡ് വ്യൂയിലോട്ട് കിട്ടാൻ. സൈഡ് വ്യൂ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് ഒന്നുമില്ല. കറസ്പോണ്ടിങ് പോയിൻറ്റ്സുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. 3 എന്ന് പറഞ്ഞാൽ എൻ എയിലാണ്. സോ ഞാൻ ഇവിടെ നിന്ന് 3.3 ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ 0.3 ട്രാൻസ്ഫർ ചെയ്യുക. ദിസ് ഈസ് 3 ഡബിൾ ഡാഷ്. ദെൻ 2 and 4 ട്രാൻസ്ഫർ ചെയ്യുന്നു. 2 and 4. 2 എന്ന് പറഞ്ഞാൽ എൻ എച്ചിലും 4 എന്ന് പറഞ്ഞാൽ എൻ ബിയിലുമാണ്. കറക്റ്റായിട്ട് നോക്കണം. എൻ ബിയിൽ 4. സോ ഇവിടെ 4 ഡബിൾ ഡാഷും 2 എന്ന് പറഞ്ഞാൽ നോക്കി, 2 എന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ നോക്കിയാൽ മതി. എൻ എച്ചിലാണ് 2 എന്ന് പറയുന്നത്. സോ എൻ എച്ച് ഇതാണ് എൻ എച്ച്. സോ ഇവിടെ ഇത് 2 ഡബിൾ ഡാഷ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 1ഉം 5ഉം ആണ്. നോക്കിയാൽ 1ഉം 5ൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബേസിലായിരുന്നു വരേണ്ടത്, പക്ഷേ 1ഉം 5ഉം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്കറിയാം ബിക്കും സിക്കും ഇടയ്ക്കാണ് 5, പക്ഷേ ബിക്കും സിക്കും ഇടയ്ക്ക്, ബിക്കും സിക്കും ഇടയ്ക്ക് ഇവിടെ എവിടെയാണെന്നുള്ള അറിയത്തില്ല. അതുപോലെ 1 എന്ന് പറയുന്നത് എച്ചിനും ജിക്കും ഇടയ്ക്കാണ്. നോക്കി, എച്ചിനും ജിക്കും ഇടയ്ക്കാണ് 1, പക്ഷേ അതും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ എച്ചിനും ജിക്കും ഇടയ്ക്ക് ഇവിടെ എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല 1ൻ്റെ കേസ്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്താൽ ഇവിടുന്ന് വരച്ചാൽ കറക്റ്റായിട്ട് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകണം. സോ ഞാൻ 5 എന്ന് പറയുന്ന പോയിൻറ്റിനെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. 5 എന്ന് പറയുന്ന പോയിൻറ്റിനെ 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുവന്നു. 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നേരെ മേളിലോട്ടും പ്രൊജക്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് 5 കിട്ടും ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ബി. സോ ഇതാണ് ഏത്? 5 ഡബിൾ ഡാഷ്. സിമിലർലി 1നെ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. സോ 1 എന്ന് പറയുന്ന പോയിൻറ്റിനെയും 1 എന്ന് പറയുന്ന പോയിൻറ്റിനെ അതേപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇവിടെ വന്നു. സോ ഇവിടെ നേരെ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഇൻ ബിറ്റ്വീൻ എച്ച് ആൻഡ് ജി നമുക്ക് എന്ത് കിട്ടും? 1 ഡബിൾ ഡാഷും കിട്ടും. സോ 1 ഡബിൾ ഡാഷും 5 ഡബിൾ ഡാഷും കിട്ടി. സോ ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ്. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി. ഇനി ഇതിൻ്റെ പ്രത്യേകത വരയ്ക്കുമ്പം 1, 5 സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നോക്കി, 1, 5 സ്ട്രെയിറ്റ് ലൈനാണ്. റിമൈനിങ് ഉള്ളത് നിങ്ങൾ 4 to 5, 4, 3, 2 അല്ലെങ്കിൽ 2, 3, 4 അത് നമ്മൾ വരയ്ക്കുമ്പം സ്മൂത്ത് കർവായിട്ട് തന്നെ വരയ്ക്കും. ഇത്രയും ഡിസ്റ്റൻസ് ഒരു കർവ് വരയ്ക്കുന്നത് വെച്ചാൽ ഇച്ചിരി പാടാണ്, പക്ഷേ അത് കർവായിട്ട് തന്നെ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കി, ഇങ്ങനെ ഒരു കർവ് പോലെ തന്നെ വരയ്ക്കണം, അല്ലാതെ സ്ട്രെയിറ്റ് ആക്കി വരച്ച് വെക്കരുത്. ഇത് ഈ ലൈനെ മീറ്റ് ചെയ്യരുത്. ഇങ്ങനെ 5ലോട്ട് തന്നെ വേണം. ഇങ്ങനെ വേണം അത് വരയ്ക്കാനായിട്ട്. ഇവിടെ ഒരുപോലെ വേണം നമ്മൾ വരയ്ക്കുമ്പോൾ കേട്ടോ. സോ ഒരുപോലെ വരയ്ക്കുക. അതിനകത്ത് എന്ത് ചെയ്യുക? സർഫസുകൾ ഹാച്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ, സെക്ഷണൽ സൈഡ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വരച്ചു. സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും സെക്ഷണൽ ടോപ്പ് വ്യൂവിലും സെക്ഷൻ കാണാൻ പറ്റില്ല, കാരണം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷണൽ സൈഡ് വ്യൂവിൽ നമുക്ക് വരയ്ക്കാം. സോ ഇതാണ് സെക്ഷണൽ സൈഡ് വ്യൂ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ട്രൂ ഷേപ്പ് ചോദിച്ചാൽ എന്നായിരിക്കും. ട്രൂ ഷേപ്പ് സാറിന് എന്താ?
വെർട്ടിക്കൽ പ്ലെയിനിന് അല്ലെങ്കിൽ സെക്ഷൻ ചെയ്തതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് വെച്ചാൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരാൾ നോക്കിയാൽ കാണുന്നതാണല്ലോ ട്രൂ ഷേപ്പ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പാരൽ ലൈൻസ് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാരൽ ലൈൻസ് വരയ്ക്കേണ്ട. കാരണം എന്താ, ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ നിന്ന് നോക്കുന്നതാണല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ, അതാണല്ലോ ഈ വരച്ച് വെച്ചേക്കുന്നത്. സോ സെക്ഷണൽ സൈഡ് വ്യൂ തന്നെയാണ് ഏതാണ് ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്ന് തന്നെ. വെർട്ടിക്കലി കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുന്ന സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുന്നത് തന്നെയാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിന് അല്ലെങ്കിൽ സെക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുന്ന ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് വെർട്ടിക്കൽ. സോ ഇത് തന്നെയായിരിക്കും സെക്ഷൻ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയും പോർഷനേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാം. ബാക്കി ഇവിടെ ട്രയാങ്കിൾ ഡാർക്ക് ചെയ്യണം, കാരണം സിയും ജിയും ഒക്കെ ഓൾറെഡി ഉണ്ട്. നോക്കിയാൽ മതി, സി ജി നമ്മുടെ വിസിബിൾ പാർട്ടിലുള്ള പോയിന്റ് തന്നെയാണ് സിയും ജിയും. എ ബി എച്ച് ആണ് ഇല്ലാത്ത, അവിടെ നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ റിമൈനിങ് ട്രയാങ്കിളായിട്ട് തന്നെ ഇവിടെ മേളത്തെ പോർഷനും ഉണ്ട്. നോക്കണം, ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ എന്താണ് ഈ എല്ലാം വിസിബിൾ ആയിരിക്കും. സോ ഇതാണ് വിസിബിൾ ഇൻവിസിബിൾ, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം. ക്ലിയർ ആണോ? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8.